പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രമേഹ രോഗികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. എല്ലാ പ്രമേഹ രോഗികളും ആഗ്രഹിക്കുന്നത് അവരുടെ രക്തത്തിലെ പഞ്ചസാരയെ നന്നായി നിയന്ത്രിച്ച് നിർത്തുവാനാണ്. അങ്ങനെ നന്നായിട്ട് നിയന്ത്രിച്ച് നിർത്തിയാൽ മാത്രമേ പ്രമേഹത്തിന്റെ ഗൗരവമായ സങ്കീർണതകളെ അകറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പലർക്കും തങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിച്ച് നിർത്തുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഡോക്ടർ നിർദ്ദേശിക്കുന്ന സമയത്ത് അവർ പ്രമേഹ മരുന്നുകൾ ഉപയോഗിക്കുന്നില്ല അല്ലെ കഴിക്കുന്നില്ല എന്നുള്ളതാണ്. ആഹാരത്തിന് മുമ്പ് കഴിക്കണം എന്ന് പറഞ്ഞ ഗുളികകൾ ചിലപ്പോൾ അവർ ആഹാരത്തിന് ശേഷമായിരിക്കും കഴിക്കുന്നത്. അങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ ആ മരുന്ന് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യുന്നില്ല. അപ്പോൾ ആ മരുന്നിന്റെ മുഴുവൻ പ്രയോജനവും അവർക്ക് ലഭിക്കാതെ വരുന്നു. അപ്പോൾ അവരുടെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിച്ച് നിർത്തുവാൻ കഴിയാതെ വരുന്നു. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. എല്ലാ പ്രമേഹ മരുന്നുകളും ഒന്നെങ്കിൽ ആഹാരത്തിന് മുമ്പ് കഴിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ആഹാരത്തോടൊപ്പം കഴിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ആഹാരത്തിന് ശേഷം കഴിക്കേണ്ടതാണ്. പ്രമേഹത്തിന്റെ കുത്തിവയ്പ്പായ ഇൻസുലിനും അതുപോലെ തന്നെ ആഹാരത്തിന് മുമ്പ് തന്നെ എടുക്കേണ്ട ഒന്നാണ് സാധാരണഗതിയിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ ആദ്യമായിട്ട് പ്രമേഹം കണ്ടെത്തിയതാണ്, 30 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിനൊരു ഗുളിക കുറിച്ചു കൊടുത്തു. ആഹാരത്തിന് മുമ്പ് കഴിക്കാനാണ് ഞാൻ അദ്ദേഹത്തിന് നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും എന്നെ കൺസൾട്ടിംഗ് റൂമിൽ വന്നു. അദ്ദേഹത്തിനൊരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തും ഡയബറ്റിക് ആണ്. അദ്ദേഹം പ്രമേഹത്തിന്റെ ഗുളിക കഴിക്കുന്നത് ആഹാരത്തിന് ശേഷമാണ്. അപ്പോൾ ആകെപ്പാടെ ഒരു കൺഫ്യൂഷനായി, ആഹാരത്തിന് മുമ്പ് കഴിക്കണോ ആഹാരത്തിന് ശേഷം കഴിക്കണോ? അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും എൻ്റെ കൺസൾട്ടിംഗ് റൂമിൽ വന്നത്. അപ്പോൾ മറ്റു പല രോഗങ്ങളെ പോലെയല്ല ഈ പ്രമേഹ രോഗത്തിന് അതിൻ്റെ മരുന്നുകൾ കഴിക്കുന്നത് ആഹാരവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് ആഹാരം കഴിക്കുന്ന സമയം, ഇങ്ങനെ കൃത്യമായി ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മരുന്നുകൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് ഡയബറ്റീസിനെ നല്ലപോലെ നിയന്ത്രിച്ച് നിർത്തുവാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് അവരുടെ രക്തത്തിലെ പഞ്ചസാരയിൽ ചിലപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ അത് ഉയരുന്നു, വല്ലാതെ ഉയരുന്നു, ചിലപ്പോൾ അത് കുറയുന്നു. അങ്ങനെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കുന്നതിനും പ്രമേഹ മരുന്നുകൾ കൃത്യസമയത്ത് തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ പ്രധാനമായിട്ടും 4 കൂട്ടം പ്രമേഹ മരുന്നുകളാണ് നിലവിലുള്ളത്. അപ്പോൾ അവയിൽ ഓരോന്ന് കഴിക്കുന്നതും ആഹാരവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക സമയത്താണ്. മിക്കവാറും ഗുളികകളൊക്കെ നമുക്ക് ശരീരത്തിലെ ഇൻസുലിന്റെ ഉൽപാദനം കൂട്ടുന്ന ഗുളികകളാണ്. അങ്ങനെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഗുളികകൾ കഴിക്കേണ്ടത് ആഹാരത്തിന് അരമണിക്കൂർ മുമ്പാണ്. ഉദാഹരണമായിട്ട് ഗ്ലിപ്പിസൈഡ്, ഗ്ലിമിപ്രൈഡ് തുടങ്ങിയ മരുന്നുകളൊക്കെ ആഹാരത്തിന് അരമണിക്കൂർ മുമ്പാണ് കഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതിനകത്തെ കാർബോഹൈഡ്രേറ്റ് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു, രക്തത്തിലെ പഞ്ചസാര ഉയരാൻ തുടങ്ങുന്നു. ആ സമയത്ത് തന്നെ മരുന്ന് നമ്മുടെ രക്തത്തിൽ എത്തണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഗുളിക ദഹിച്ച് രക്തത്തിലേക്ക് കടന്നു വന്ന് രക്തത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഏതാണ്ട് ഒരു അരമണിക്കൂർ സമയമെടുക്കും. അതുകൊണ്ടാണ് ഈ വക ഗുളികകൾ ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് കഴിക്കണം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നുണ്ട്, അതായത് മിക്കവർക്കും ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് ഇന്ന് സാധാരണയായിട്ടുള്ളത്. അപ്പോൾ ഈ ടൈപ്പ് 2 ഡയബറ്റീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് അവരുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ ശരിക്കും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഗ്ലൂക്കോസിന് കോശങ്ങളിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അതിനെ ഇൻസുലിൻ പ്രതിരോധം അല്ലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. നമ്മൾ പ്രമേഹ രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഏതാണ്ട് 60-ൽ പരം വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേഹ മരുന്നാണ് മെറ്റ്ഫോമിൻ എന്നൊരു മരുന്ന്. അത് നമ്മൾ കഴിക്കേണ്ടത് ആഹാരത്തിന് ഒപ്പമോ അല്ലെ ആഹാരത്തിന് ശേഷമോ ആണ് കഴിക്കേണ്ടത്. അപ്പൊ ചിലർക്കൊക്കെ ഈ മെറ്റ്ഫോമിൻ എന്ന ഗുളിക കഴിക്കുമ്പോൾ വയറ്റിനകത്ത് ചിലപ്പോൾ എരിച്ചിലോ വയറ് കമ്പിക്കോ ഒക്കെ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിലും അത് ആഹാരത്തിന് ശേഷമാണ് കഴിക്കേണ്ടത്. അപ്പോൾ മെറ്റ്ഫോമിൻ പോലെയുള്ള ഗുളികകൾ നമ്മൾ ആഹാരത്തിന് ശേഷമാണ് കഴിക്കേണ്ടത്. ഇനി മറ്റു പല ഗുളികകളുണ്ട്, അതായത് അക്കാർബോസ് എന്ന പേരിലുള്ള ചില ഗുളികകൾ കഴിക്കുന്നത് ആഹാരത്തോടൊപ്പമാണ്. അതായത് നമ്മൾ ചോറുണ്ണുവാണെങ്കിൽ 1 ഉരുള ചോറുണ്ടേച്ച് ഉടനെ തന്നെ ആ ഗുളികയും കഴിക്കണം. അത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ ആഗിരണത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രക്തത്തിലെ പഞ്ചസാര ഈ ഗുളികയോടെ കഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉയരുകയില്ല. ഇനി മറ്റു ചില ഗുളികകളുണ്ട്, അതായത് സിറ്റാഗ്ലിപ്റ്റിൻ, വിൽഡാഗ്ലിപ്റ്റിൻ തുടങ്ങിയ DPP-4 ഇൻഹിബിറ്റേഴ്സ് എന്നൊരു ഗുളികകളുണ്ട്. ആ ഗുളികകൾ നമുക്ക് ആഹാരത്തിന് മുമ്പോ ആഹാരത്തിനോടൊപ്പമോ അല്ലെങ്കിൽ ആഹാരത്തിന് ശേഷമോ കഴിക്കാം. ഇതുകൂടാതെ ഈ ഗുളികകളൊക്കെ പല കോമ്പിനേഷനിൽ നിന്ന് ലഭ്യമാണ്. ഉദാഹരണമായിട്ട് മെറ്റ്ഫോമിന്റെ കൂടെ ഗ്ലിമിപ്രൈഡ് ചേർന്നത്, അല്ലെങ്കിൽ സിറ്റാഗ്ലിപ്റ്റിന്റെ കൂടെ മെറ്റ്ഫോമിൻ ചേർന്നത്, ഇങ്ങനെ കോമ്പിനേഷൻ ഗുളികകളുണ്ട്. അപ്പോൾ ഇങ്ങനെ കോമ്പിനേഷൻ ഗുളികകളാണെങ്കിൽ
നമ്മൾ സാധാരണഗതിയിൽ അത് ആഹാരത്തിന് ശേഷം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം സിറ്റാഗ്ലിപ്റ്റിന് കൂടെ മെറ്റ്ഫോമിൻ കൂടെ ചേർത്തുള്ള ഗുളികകളുണ്ട്. അത് നമുക്ക് ആഹാരത്തിനോടൊപ്പമോ അല്ലെ ആഹാരത്തിന് ശേഷമോ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ഇൻസുലിൻ മരുന്നാണ്. ആ ഇൻസുലിൻ സാധാരണ ഇൻസുലിൻ കുത്തിവെക്കേണ്ടത് ആഹാരത്തിന് അരമണിക്കൂർ മുമ്പാണ്. ഇത് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഓരോ രോഗികളും മനസ്സിലാക്കിയിരിക്കണം. സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് നമ്മൾ ഇൻസുലിൻ സാധാരണ കുത്തുന്നത്. അപ്പോൾ നമ്മൾ കുത്തി ഒരു അരമണിക്കൂർ കൊണ്ട് ആ ഇൻസുലിൻ അവിടുന്ന് അബ്സോർബ് ചെയ്ത് രക്തത്തിൽ വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ദഹിക്കുകയും രക്തത്തിലെ പഞ്ചസാരയെ ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ആഹാരത്തിലെ ഗ്ലൂക്കോസ് രക്തത്തിൽ ചെല്ലുന്ന സമയത്ത് തന്നെ ഇൻസുലിനും അവിടെ വേണം. എങ്കിലേ നമുക്ക് രക്തത്തിലെ ഗ്ലൂക്കോസ് ഉയരാതെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പലതരത്തിലുള്ള പുതിയ ഇൻസുലിൻ ലഭ്യമാണ്. അതായത് ഇൻസുലിൻ അനലോഗ് എന്ന് പറയും. അത് ഷോർട്ട് ആക്ടിങ് ആയിട്ടുള്ളതുണ്ട്, ലോങ് ആക്ടിങ് ആയിട്ടുമുണ്ട്. ഏത് തരത്തിലുള്ള ഇൻസുലിൻ ആണെങ്കിലും ഇൻസുലിൻ അനലോഗ് നമുക്ക് ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് തന്നെ കുത്തിവെക്കാം. അത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പ്രമേഹ മരുന്നുകൾ, ഗുളികകളും ഇൻസുലിനും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അഭിപ്രായം ആരാഞ്ഞ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനനുസരിച്ച് തന്നെ മരുന്നുകൾ കഴിക്കണം. അല്ലാതെ നമ്മൾ തോന്നുമ്പം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ ബുദ്ധിമുട്ട് വരും. അതിൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇതിന്റെ പ്രയോജനം കിട്ടട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.